നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വാട്സപ്പിനകത്ത് ദിവസവും വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്ന് ഫോട്ടോസ്, വീഡിയോസൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഫയലുകളൊക്കെ ഒരുപാട് നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ വാട്സപ്പിലൂടെയാണ്. കാരണം പലപ്പോഴും സ്റ്റോറേജ് പ്രശ്നം വരുന്നതൊക്കെ ഈ വാട്സപ്പിൽ വരുന്ന ഫോട്ടോ, വീഡിയോ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് എങ്ങനെ വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കാമെന്നും ഇതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫോൺ ഹാങ് ആകില്ല. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഹാങ് ആകും. മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ വാട്സപ്പിലൂടെ സാധിക്കും. വാട്സപ്പിലൂടെ വളരെ ഈസി ആയിട്ട് വൃത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ബാറിനകത്ത് ഏറ്റവും മുകളിൽ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. അൺറീഡ്, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ കാണും. ഇതിൽ ഫോട്ടോസ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ഫോട്ടോസ് നിങ്ങൾക്കിവിടെ കാണിക്കും. ഇവിടെ വീഡിയോസ് എന്ന് കാണും. അവിടെ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഓഡിയോസിൻ്റെ ഭാഗത്ത് ഓഡിയോ കാണാം, ഡോക്യുമെൻറ്റ്സ്, സ്റ്റിക്കേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഫയലുകൾ നമുക്ക് പലപ്പോഴും ആവശ്യമില്ലാത്തതായിരിക്കും അധികവും കാണാം. കാരണം വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുന്ന പല ഫോട്ടോ, വീഡിയോകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഹാങ് ആകും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും. ഫോൺ സ്പീഡ് കുറയും. നമ്മുടെ റാം ഒരുപാട് ഉപയോഗിക്കും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന 2 വാട്സപ്പിനകത്ത് ഇത് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാത്ത വാട്സപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണാം 1.5 GB എന്ന്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ GB ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഡാറ്റകൾ കാണും. ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം, ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഫോർവേഡ് മനി ടൈംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫയലിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഫോൾഡറിനകത്ത് ഒരുപാട് ഫയലുകൾ കാണാനുണ്ടാകും. ഞാനിവിടെ സ്ഥിരമായി ഉപയോഗിക്കാത്ത വാട്സപ്പ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ഫയലുകൾ മാത്രമാണ് ഉള്ളത്. ഈ ഫോർവേഡ് മനി ടൈംസ് എന്നുള്ളത് നമ്മൾ സാധാരണ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യപ്പെട്ട് അങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് തവണ ഷെയർ ചെയ്ത ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസൊക്കെ ഇവിടെ ഫോർവേഡ് മനി ടൈംസ് എന്ന് കാണും. ഇത് നമുക്ക് ഒരാവശ്യമില്ലാത്തതായിരിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്തൊരു 3 ലൈന് കാണുന്നത്. ഈ കാണുന്ന 3 ലൈന്, ഈ 3 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ചോദിക്കും. ഒന്ന് ലാർജസ്റ്റ്. നിങ്ങൾ ഈ ഒരു ഫയലിനകത്ത് ഏറ്റവും വലിയ ഫയൽ ഏതാണോ അത് ഇതുപോലെ ലാർജസ്റ്റ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ഓൾഡസ്റ്റ് എന്നാണ് ഏറ്റവും പഴയത്. ഈ വാട്സപ്പിനകത്ത് ഏറ്റവും പഴയ ഫയൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ന്യൂയസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സെലക്ട് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫയലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള ഒന്ന് മാത്രമാണെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ആവശ്യമില്ലാത്ത ഇത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ രണ്ടാമത്തെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലാർജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ലാർജ് ഫയലുകൾ ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കുകയും അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ വലത്ത് ഭാഗത്ത് ലൈൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാർജും ഓൾഡ് ഫയലുകളും പുതിയ ഫയലുകളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനിയും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് വരാം. താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത്, നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇരിക്കുന്ന മുഴുവൻ ഗ്രൂപ്പുകളും വ്യക്തികളെയും കാണാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പും വ്യക്തികളും എത്രത്തോളം ഫയലുകൾ നമ്മുടെ ഫോണിൽ കുത്തി നിറച്ചിട്ടുണ്ടെന്ന് ഇവിടെ കാണാം. ഓരോ ഗ്രൂപ്പിലൂടെ വന്നിരിക്കുന്ന ഫയലുകൾ 89 MB. ചില നിങ്ങളുടെ വാട്സപ്പൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ പഴയ വാട്സപ്പാണ് അല്ലെങ്കിൽ കുറേ കാലം ഉപയോഗിക്കുന്ന വാട്സപ്പാണെന്നുണ്ടെങ്കിൽ വലിയൊരു GB നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാകും. അത്തരം ഗ്രൂപ്പുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തത് ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് പഴയത് മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾഡസ്റ്റും, വലിയ ഫയലുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ലാർജസ്റ്റും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെയോ ഗ്രൂപ്പൊക്കെ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുകയും
മാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ ഹാങ് ആകുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായത് കാരണം മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് തടയാൻ സാധിക്കുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.